ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ അമ്മച്ചി 3 ആണ്. അമ്മച്ചി 3 അല്ല, ഗ്രാനി 3 ആണ്. എന്തായാലും നമ്മളിന്ന് നമ്മുടെ അപ്പൂപ്പനെ അമ്മച്ചീനെയും വെച്ചാണ് കളിക്കുന്നത്. അപ്പൂപ്പൻ്റെ തോക്കം പിടിച്ചുകൊണ്ട് കയ്യിൽ നിൽക്കൊണ്ട് നമ്മുടെ ഫ്രണ്ട്രീനെ എടുക്കുന്നില്ല, അവളെ എടുത്ത പണി കിട്ടും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഗെയിം ലോഡ് ചെയ്യാം. എന്തോന്നടേ ഒന്ന് ലോഡ് ചെയ്ത് വാ. എന്ത് വേടി ഒന്ന് ലോഡ് ചെയ്തൊന്ന് വരുമോ? ആ ഗൈസ്, അങ്ങനെ നമ്മുടെ മുടിഞ്ഞ ഗേറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. ഈ ഗേറ്റൊക്കെ ഒന്ന് കഴിവെങ്കിലും വെച്ചുകൂടെ അമ്മച്ചി? സ്കിപ്പ് ചെയ്ത് കളയാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളതാ നമ്മുടെ ഡേ 1 എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോഴും നമ്മളാണെങ്കിൽ നമ്മളതാ ഉറക്കടിച്ച് ഇങ്ങനെ വന്ന് കിടക്കും. അതിന് നമ്മളെ മറ്റേ കുന്ത്രാണ്ടം എടുക്കണം. അതാ കിടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒപ്പിക്ക് കുന്ത്രാണ്ടം. ഓക്കെ, ഇനി ഇതിട്ട് ഇവിടെ തുറക്കാൻ എത്ര നേരം എടുക്കുമെന്ന് ആരും അറിയില്ല ഗൈസ്. ഇതിട്ട് ഇവിടെ തുറക്കാൻ ഏകദേശം ഒരു 5-6 മണിക്കൂറെങ്കിലും എടുക്കും. എങ്ങനെയൊക്കെ തുറന്നെടുത്തു. ഇനിയിപ്പോൾ എന്തായാലും താഴെ ചെന്ന് നമ്മുടെ അമ്മൂമ്മേനെ അപ്പൂപ്പനെ കളിപ്പിക്കാനുള്ള സമയം ഗൈസ്. അപ്പോൾ നമ്മുടെ അമ്മൂമ്മേനെ പലചരക്ക് കടയിലേക്ക് കയറി പോവാം. അമ്മൂമ്മയ്ക്ക് ഫ്രൂട്ട്സുമായിട്ട് നല്ല ഇതാണ്. ഇവിടെ ഒരു തേങ്ങയില്ല ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോവാം. ഈ വഴി പോവാം. കുനിയടേ. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ വഴി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ സാധനം അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ അമ്മൂമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. അമ്മൂമ്മയെ വരുന്നില്ല, അവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? ഗൈസ്, അമ്മച്ചി ഇറങ്ങി വരുന്നില്ല ഗൈസ്. അങ്ങനെ കുറെ ശേഷം നമ്മുടെ അമ്മച്ചി ഇറങ്ങി വരുന്നു. അമ്മച്ചീൻ്റെ ബാറ്റ് അത്രയും സ്ട്രോബെറി കേക്കിൻ്റെ ക്രീം കൊണ്ടാണ് അമ്മച്ചി സ്ട്രോബെറി കേക്ക് ഒരു ബാറ്റ് വെച്ച് അടിച്ച് പൊട്ടിച്ചെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇവിടെ നമുക്ക് മണി അടിക്കുക. അപ്പോഴത്തേക്ക് ഇവർ ഇങ്ങോട്ട് കയറി വരും. ആ സമയം കൊണ്ട് നമുക്ക് പുറത്തോട്ട് പോകാം. നമ്മുടെ ഈ സ്ട്രാറ്റജി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ നമ്മുടെ അപ്പൂപ്പൻ കയറി വന്നാൽ നമ്മുടെ സ്ട്രാറ്റജി മൊത്തം പൊളിഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് ഈ വഴി കൂടെ പോവാം. ഇതായിട്ട് സെല്ലാണ് അത് ആർക്കറിയാം. ഇപ്പൊ ഇവിടെ അപ്പൂപ്പൻ്റെ നമ്മൾ ചമ്മ. ഇവിടെ അപ്പൂപ്പൻ ഇല്ലെന്നാണ് തോന്നുന്നത്. എന്നാലും സൂക്ഷിച്ചതാണ്. നമ്മുടെ അപ്പൂപ്പൻ കൂട്ട് എവിടെ ഇല്ല. എന്റെ പൊന്നോ, പോയി. എന്റെ പൊന്നോ, ജസ്റ്റ് പോണുകളായി. നമ്മൾ കണ്ടതുപോലുമില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ കയറി ഒളിച്ചിരിക്കണായിരുന്നു നല്ലതെന്ന് തോന്നുന്നത്. ചിലപ്പോ അടിയിൽ നിന്ന് അമ്മച്ചിയും വരും, ഇവിടെ നിന്ന് അപ്പൂപ്പനെയും കയറി വരും. അപ്പൊ നമ്മൾ നോക്കാം ഇവിടെ ഇന്നിനി എന്തോ നടക്കുമെന്ന്. ഓക്കെ, അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മോളിൽ കയറി പോവാം ഗൈസ്. ഇനി നമുക്ക് മോളിൽ പോയിട്ട് നേരെ നമ്മുടെ ഇതിലെ മേശ തുറന്നു നോക്കാം. അപ്പൂപ്പൻ്റെ മേശയ്ക്കകത്ത് അപ്പൂപ്പ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൂപ്പൻ്റെ തല പോലെ തന്നെ അപ്പൂപ്പൻ്റെ മേശ. അതിൻ്റെ അകത്ത് മുദ്ദയില്ല, ഇതിൻ്റെ അകത്ത് സാരമില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ഒന്നും കിട്ടിയില്ല. ഒരു ജനറേറ്റർ കേബിൾ എത്തിയിട്ടുണ്ട്, അത് വെച്ച് മാത്രം കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടത്തെ ഇതിലെങ്കിലും വല്ലതും കിട്ടാന്ന് പറയാം. ഇവിടെ നിന്നൊരു തീപ്പട്ടി വെച്ച് എന്തോ ചെയ്യാനാണ്. ഈ വാതിലെങ്കിലും തുറന്നോട്ടെ. അയ്യോ, അല്ലെ ലോക്ക് പിക്ക് ഇട്ട് വെച്ചേക്കണം. അപ്പൊ അതിപ്പോ തുറക്കാൻ പറ്റൂല. എന്നാൽ ലോക്ക് പിക്കിന്റെ ശബ്ദം കിട്ടി രണ്ടെണ്ണം കയറി വരും. എന്തായാലും തുറന്നേക്കാം, വെറുതെ നിൽക്കണില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇനി ഈ സാധനം തുറക്കാൻ എത്ര നാളെടുക്കുമെന്ന് അറിയില്ല ഗൈസ്. ഇതിനിങ്ങനെ തുറന്നോണ്ടിരിക്കും. ഗൈസ്, എങ്ങനെയോ തുറന്നെടുത്ത്. ഇനി നമുക്ക് പറ്റിയ കാക്കക്കുട്ടനെ കത്തിക്കാൻ പോവാം. കാക്കക്കുട്ടനെ കത്തിക്കാൻ എന്തിനാ? അവൻ്റെ അത് എന്തോന്നുണ്ടെന്ന് നോക്കാൻ പോവാം. ഓക്കെ ഗൈസ്, അവൻ്റെ ആകെ ഉള്ളത് ഒരു കോയിൻ. അത് വെച്ച് ഒരു കാര്യം നടക്കൂല. അതുകൊണ്ട് ഇവിടെ ഒന്ന് ചാടണം. വേണോ? റിസ്ക് എടുക്കണോ? പടമാവോ? എന്നാൽ നമ്മള് ഗ്രാനി പിടിച്ച് പടമാക്കി വെക്കും. വേണ്ട, അല്ലാതെ ഇറങ്ങി പോവാം. ഈ വഴി അങ്ങ് ഇറങ്ങാം. ഈ വഴി എങ്ങനെയെങ്കിലും അതൊക്കെ പോണേ. ജസ്റ്റ് മിസ്സായിരുന്നത്. നമ്മുടെ തടിക്കഷ്ണം കിട്ടി. എന്റെ ആവശ്യം ഈ തടിക്കഷ്ണം എടുത്ത് അപ്പൂപ്പൻ്റെ തലയ്ക്കടിച്ച് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊന്ന് കാണായിരുന്നു. ഇവിടെ ചാടണം. വേണ്ട, ചിലപ്പോ അപ്പോഴായിരിക്കും മോനെ സേറ്റെന്ന് പറഞ്ഞുകൊണ്ട് അമ്മക്ക് വരണം. രണ്ടമ്മക്ക് സൈഡിൽ കൂടെ ചാടിക്കൊടുക. പുല്ലിന്റെ പൊന്നു, ഞാൻ അവിടെ ചാടിയിരുന്നെങ്കിൽ എന്റെ പണി എന്നേ തീരുന്നത്. ഭാഗ്യത്തിനാണ് ഞാൻ എടുത്തത്, അല്ലെങ്കിൽ എന്റെ പണി എന്നേ തീരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കല്ല് വിളക്കി കളിയാം. ഒന്നായി, ഒന്ന് മതിയാവോ? വേണ്ട, ഒരെണ്ണം കൂടെ ഉണ്ടാകാൻ നോക്കാം. അതും എടുക്കണം. ഡോറിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവരണം. അതിനിപ്പം വേണ്ട, ആവശ്യം വരുവല്ലായിരിക്കും.
ഒരു കല്ലൊക്കെ മതി നമുക്ക് ഗ്രാനിയിലെ തീർക്കാൻ. ഓക്കെ ഗൈസ്, ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് കാലിയാണ്, ഇതിൻ്റെ അകത്ത് കാലിയാണ്, ഇതിൻ്റെ അകത്തും കാലിയ, ഇതിൻ്റെ അകത്തും കാലിയ, ഇതിൻ്റെ അകത്തും കാലിയ, ഇതിൻ്റെ അകത്തും കാലി തന്നെ, ഇതിൻ്റെ അകത്തും കാലി തന്നെ. ഓക്കെ ഗൈസ്, ഇവിടെ ആണെങ്കിൽ ഒരു ഉണ്ടയില്ല. ഇതിൻ്റെ അകത്തെങ്കിലും നമുക്കൊരു ഉണ്ട കിട്ടിയിരിക്കുന്നു, നമുക്ക് നമ്മുടെ വെപ്പൺ കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതെടുത്ത് നമ്മുടെ അപ്പൂപ്പൻ്റെ തലയ്ക്ക് അടിച്ചു കൊടുക്കാം. ഇതല്ല, നമ്മളിനി സ്ലിംഗ് ഷോട്ട് എടുക്കണം. അയ്യോ, പുറത്ത് ബട്ടൺ ഓൺ ചെയ്യാൻ മറന്നുപോയി. അയ്യോ, ഞാൻ ഇപ്പോഴാണ് എൻ്റെ കാര്യം ഓർത്തത്. എന്നാൽ പിന്നെ ആ ബട്ടണും കൂടെ ചെന്ന് ഓൺ ചെയ്യാം. എവിടെ? ഓക്കെ, ഇനി നമുക്ക് അങ്ങ് മോളിപ്പോവാം. കേറിയിട്ടും എത്താത്തൊരു വീടാണ് ഗ്രാനൈറ്റിന് ഫൺ വീടാണ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ചിലപ്പം ഇവിടെ അതാ ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഡോർ വഴി അങ്ങ് ഇറങ്ങി പോവാം. അപ്പോൾ ഉപ്പനും അമ്മയും വരാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ സാധനം തുറക്കാനുള്ള ഇത് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളതിൻ്റെ സ്ലിംഗ് ഷോട്ട് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അപ്പൂപ്പൻ്റെ അമ്മയുടെ തലയിൽ കൊണ്ടടിച്ചു കൊടുക്കണം ഗൈസ്. അതുകൊണ്ട് നമുക്ക് നേരെ ചെന്ന് അത് അടിച്ചു കൊടുക്കണം. നമുക്ക് എന്തായാലും ഇവിടെ കൂടെ പോണേ നല്ലതെന്ന് തോന്നുന്നു. ഇവിടെ കൂടെ ചെന്നിട്ട് താഴെ ഇറങ്ങണം. ഇവിടെ കൂടെ ചെന്ന് താഴെ ഇറങ്ങണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പോവാം ഗൈസ്. ചിലപ്പോൾ ഇവിടെ കൂടെ ഇറങ്ങുന്നത് ഡേഞ്ചർ ആയിരിക്കും. ഓക്കെ, നമ്മൾ എങ്ങനെയൊക്കെ ഇവിടെ താഴെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു കല്ലും കൂടെ പറക്കണം. ഒരു കല്ലും കൂടെ പറക്കിയിട്ടൊക്കെ ഇറക്കണം ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ കല്ല് പറക്കി അകത്തോട്ട് കയറി പോവുകയാണ് ഗൈസ്. അവിടെ കല്ല് പറക്കി നമ്മൾ പറക്കി എത്തിയിരുന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്കിനി നേരെ നമ്മുടെ പിയാനോ വായന പരിശീലനം തുടങ്ങാം ഗൈസ്. അങ്ങനെ നമ്മൾ പിയാനോ വായിച്ചിട്ടുണ്ട്. ഇത് ആരാ കിടന്ന് ഉറങ്ങണേ? ഉണ്ണിമോ ഉറങ്ങുകയാണോ? എന്നാൽ പിന്നെ ഉണ്ണിമോൻ്റെ തോക്കറ്റേ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉണ്ണിമോൻ്റെ തോക്കെടുത്ത് ഉണ്ണിമോനെ തീർത്തിട്ടുണ്ട്. ഉണ്ണിമോൻ കട്ടിലിൽ തന്നെ പടമായി ഗൈസ്, കിടന്ന് തന്നെ പടമായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ ഗ്രാനി മോൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അമ്മുമ്മ ഇല്ലേ, ദോശ വെച്ച് തീ എന്നാ കയറി വാ. ഇത്ര നേരം കൊണ്ട് ഇവിടെ നിൽക്കുന്നത്, പെട്ടെന്ന് കയറി വാ. അതാ വരുന്ന ആരായത്? വാ ഇപ്പൊ നല്ലതെന്ന് തരാം. പിന്നെ വർക്ക് അവിടെ ഈ സമയത്ത് തന്നെ എങ്ങനെ അടിച്ചിട്ട് വിൻഡോസ് XP PC ഷട്ട് ഡൗൺ ആയതുപോലെ ഷട്ട് ഡൗൺ ആയിപ്പോയി. അപ്പം നമുക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ ആമോ എടുക്കാം. ഓക്കെ, നമ്മുടെ ആമോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങോട്ട് പോകാം? താഴോട്ട് പോകാം. ഓക്കെ, അപ്പോൾ താഴെ ബേസ്മെൻറ്റിൽ ചെന്നിട്ട് അവിടുത്തെ മറ്റേ ജനാല പൊട്ടിച്ചകത്ത് കയറണം ഗൈസ്. വല്ലതും ഉണ്ടെങ്കിൽ അവിടെ. ഓക്കെ, ഇതിൻ്റെ അകത്തൊരുണ്ടില്ല. ഇതിൻ്റെ അകത്തൊരു ഫ്യൂസ് ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഈ ഫ്യൂസ് വെച്ച് കുറേ പണികളൊക്കെ ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ താഴോട്ട് ചെന്നിട്ട് നമ്മുടെ മറ്റേ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാം. അല്ലെങ്കിൽ റോബോട്ട് കൂട്ടാൻ ഞാൻ വേണ്ട ട്രെയിൻ എസ്കേപ്പ് അല്ല, വെറുതെ എന്തിനായിട്ട് ഒരു ഉണ്ട കൊണ്ട് കളയുന്നത്. എങ്ങനെ പോയാലും ഒരു ഉണ്ടാക്കി തീർന്നത് വല്ല കാര്യം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുവച്ച് എന്നെ വെട്ടി വെച്ച് കൊടുത്ത് ബുദ്ധിയില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും മോളിൽ ചെന്ന് ആ സാധനം എടുക്കാം. ഏത് സാധനം? അല്ല നമുക്ക് മറ്റേ ആമോ എടുക്കാം. എന്തായാലും ആമോ അല്ലേ തിരിച്ചത്, നമുക്ക് എന്തായാലും ആമോ എടുക്കാം. അങ്ങനെ നമ്മൾ ആമോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ താഴോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇതിനി എന്നിറങ്ങുമെന്നായിരുന്നു അറിയില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്ത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കൊടുക്കാം. ഓക്കെ, അതാ നമ്മുടെ കാക്കച്ചുറ്റി ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കാക്കച്ചുറ്റി എന്നാണ് വിളിക്കാറുള്ളത്. ഇതിൻ്റെ യഥാർത്ഥ പേര് ക്രോബാർന്ന് തന്നെ. ക്രോ ഉണ്ടല്ലോ എല്ലാത്തിനും. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തോ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ ഷെഡിൻ്റെ കീയാണ്. ഇത് വെച്ച് തുറന്നിട്ട് നമ്മളെ ജനറേറ്റർ കേബിളൊക്കെ അതിൻ്റെ അകത്ത് ഇടാൻ പറ്റും. എന്നാൽ നമുക്ക് ഗേറ്റ് എസ്കേപ്പിനുള്ള അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. മറ്റേ ഇലക്ട്രിക്കൽ എന്തോ ഒരു കമ്പ്യൂട്ടർ പോലത്തെ ഒരു സാധനമുണ്ട്. ആ സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫ്യൂസും കൂടെ വേണം. പിന്നെ നമ്മളുടെ ഇനിയൊരു ബ്രിഡ്ജ് ഗ്രാം കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ഗേറ്റ് എസ്കേപ്പ് സക്സസ്ഫുൾ ആണ് ഗൈസ്.
ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇപ്പം ചെന്ന് ഷെഡിലെ ഡോർ അങ്ങ് തുറന്നു കൊടുക്കാം. ഇതിൻ്റെ അകത്ത് വല്ല കുന്തം ഉണ്ടായാൽ മതിയായിരുന്നു. അതാ തുറന്നു വന്നു. തുറക്കൂ സീസർ. ഓക്കെ, നമ്മുടെ ഇത് ഇവിടെ കൊണ്ട് ഇതിൻ്റെ അകത്തൊരു ഇലക്ട്രിക് സ്വിച്ച്. നമ്മളെന്തായാലും ട്രെയിൻ എസ്കേപ്പ് അല്ല, ഗേറ്റ് എസ്കേപ്പാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് പതുക്കെ കയറി പോവാം. ഇതിൻ്റെ അകത്ത് നോക്കണം. അത് നോക്കിയിരിക്കാം. ഇതിൻ്റെ അകത്തൊരു ഉണ്ടയില്ല. ഓക്കെ, അപ്പം നമ്മളത് പുറത്തോട്ട് ഇറങ്ങാം. ഇവിടെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. ഫ്യൂസ് ഇപ്പം ആവശ്യമില്ല. ഇപ്പം നമുക്ക് ജനറേറ്റർ കേബിളാണ് ആവശ്യം. എന്തായാലും താഴെ വല്ലതും കാണോ? നമുക്ക് താഴോട്ടും കൂടി ചെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ തോക്ക് എടുക്കണ്ടേ? തോക്കിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. ഓക്കെ, സോ നമ്മൾ തോക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റേ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് വീണ്ടും ഒരു ഡോസ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ വീണ്ടും എണീറ്റ് വരും. ഓരോ വന്നേ കുഞ്ഞ് ജസ്റ്റ് മിസ്സായിരുന്നു. ഇത്തിരി കൂടെ മുമ്പിലോട്ട് പോയിരുന്നെങ്കിൽ നമ്മളൊന്ന് പടമായിരുന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കാം. ഇനി ഇവിടെ എത്ര നേരം ഒളിച്ചിരിക്കാന്ന് ആരും പറഞ്ഞില്ല. എത്ര നേരം കൊണ്ട് ഇരിക്കുന്ന അമ്മച്ചിന്ന് പെട്ടെന്ന് പറയുവാ. എന്നിട്ടാണ് അമ്മച്ചീനെ തീർക്കാൻ. അമ്മച്ചി വരുന്നില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ എണീച്ച് പോകണം. അമ്മച്ചിക്ക് കാത്തിരുന്ന നടക്കൂല. ഓക്കെ, നമുക്ക് പുറത്തിറങ്ങി പോവാൻ. എന്ത് പൊന്നിയത്, എത്ര നേരം കൊണ്ടാണ് നോക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് എന്റെ പൊന്നോയി അമ്മച്ചിക്ക് എടുക്കാൻ വെച്ചു. അമ്മച്ചി ഇരുപതിനായിട്ടാണ് ഈ അമ്മച്ചിയുടെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോവുകയാണ്. അതെല്ലാം കാലുകയറി കുടുങ്ങിയെന്നെങ്കിൽ ഇന്ന് വിളിച്ച് കയറിയാണ് നമ്മളിവിടെ ഇടയിൽ പുറത്തോട്ട് ഇറങ്ങാം. എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല. എന്തായാലും നമുക്ക് മറ്റേ ജനറേറ്റർ കേബിൾ എടുക്കാം. മടിയിൽ ചെന്ന് അതിനാ ഇങ്ങോട്ട് എറിയുന്നത്. അവിടെയല്ലേ ജനറേറ്റർ കേബിൾ. ഞാൻ കാര്യം പോയി. എന്തായാലും നമുക്ക് ജനറേറ്റർ കേബിൾ എടുക്കാം. ഇപ്പം നമ്മുടെ ഷോൾഗണിൻ്റെ അമ്മ നിറയ്ക്കാൻ ടൈം. ഇനി നമുക്ക് അമ്മ നിറച്ചു താഴോട്ട് നമ്മുടെ അമ്മേനെ അപ്പൂപ്പനെ പടമാക്കാം. അതായത് ആരാ പോണേ? ഇവിടെ അപ്പൂപ്പൻ തോന്നുന്നു പയ്യെ നടന്ന് പോവുകയാണ്. നമ്മുടെ അപ്പൂപ്പൻ കുട്ടെ അപ്പൂപ്പൻ കുട്ട എവിടെയെങ്കിലും ഒക്കെ ചെന്ന് അവിടെ കിടന്നാൽ ഓരോ കപ്പൂസിൽ കയറി പോകുന്നു. അപ്പൂപ്പൻ കുട്ടയെ കണ്ടു നിങ്ങൾ? കണ്ടില്ലെങ്കിൽ ദൈപ്പം കാണൂ. ദൈപ്പം കയറി പോയതേ ഉള്ളൂ. അതാ വരണ ആരെ മക്കളെ വാ. മക്കളെ ജീവെല്ലാം തീർന്നുപോയി. ഇനിയും മക്കൾ ജീവിക്കണ്ട. കുറെ നാളെയല്ലേ ജീവിക്കുന്നത്. 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും എണീറ്റ് വരും. എന്തായാലും ഇനിയിപ്പം മേലോട്ട് പോകണം, താഴോട്ട് പോകണം, ഇങ്ങോട്ടെങ്കിലും ഒക്കെ പോകണേ. എന്തായാലും ഈസാനെ ഇവിടെ ഒളിപ്പിച്ചിട്ട് പോകും. അല്ലെങ്കിൽ അപ്പം മുട്ടൊക്കെ എടുത്ത് നമ്മളെ നിലയ്ക്കായിരിക്കും അടുത്ത വഴി. ഇനിയിപ്പോൾ എന്താ നമ്മൾ ജനറേറ്റർ കേബിൾ എടുക്കുക. ഇവിടെ ഉണ്ടല്ലോ ഈ ജനറേറ്റർ കേബിൾ എടുത്ത് നമ്മൾ ഷെഡിൻ്റെ അകത്തോട്ട് ഫിക്സ് ചെയ്യാൻ. ഈ കിട്ടിയതുണ്ട് തെറിച്ചു പോയി. ഓക്കെ, നമ്മുടെ ജനറേറ്റർ കേബിൾ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ഷെഡിൽ കൊണ്ടിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ജനറേറ്റർ കേബിൾ നമ്മുടെ ഷെഡിലോട്ട് പോവുകയാണ് ഗൈസ്. നമ്മുടെ ഷെഡ് എവിടെയാണ് ഗൈസ്? നമ്മുടെ ഷെഡ് ഇത് അവിടെ ഇരിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ജനറേറ്റർ കേബിൾ ഇടാം ഗൈസ്. നമ്മുടെ ഷെഡിൽ നമ്മുടെ ജനറേറ്റർ കേബിൾ ഇടാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ജനറേറ്റർ കേബിൾ ഇതിടാൻ മക്കളെ. ഇതിടാൻ ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ ഇതിട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ച് ചെയ്യുമ്പോൾ പോകണം. നമ്മൾ കറണ്ടിനേക്കാൾ സ്പീഡ് ചെയ്യാൻ പറ്റും ഗൈസ്. കറണ്ടൊക്കെ നമ്മളെ മുന്നിൽ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ ഇനി മുകളിലോട്ട് ചെല്ലാം. എവിടെ പോയി? ഗൈസ്, അങ്ങനെ നമ്മൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിയിട്ട് താഴോട്ട് പോകണോ വേണ്ടി എന്തോ വേണം എനിക്കൊന്നും ഗൈസ്. നമ്മുടെ ഫ്യൂസ് എടുത്തുകൊണ്ട് നമ്മൾ മോളിയിരിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഫ്യൂസ് എടുത്തുകൊണ്ട് മോളിയിരിക്കാൻ ടൈമായി. നമ്മുടെ ഫ്യൂസിനെ നമുക്ക് മോളിൽ കൊണ്ടുപോയിക്കാൻ ടൈമായി. പെട്ടെന്ന് വലിയ ഫ്യൂസ് നമുക്ക് മോളിൽ പോകണ്ടേ? നമുക്ക് മോളിൽ പോയാലല്ലേ വല്ല കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മുടെ ഗേറ്റിൻ്റെത് ഇതിവിടെയുണ്ട്. നമ്മുടെ ഇവിടെ കൊണ്ടൊന്ന് കറക്കി കയറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗേറ്റിൻ്റെ ഇതൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഗേറ്റൊക്കെ ഇനി നമുക്ക് ആ ബ്രിഡ്ജ് ഗ്രാൻഡും കൂടെ കിട്ടിയാൽ നമ്മുടെ എല്ലാ മിഷൻസും ഓവറാവും ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് കയറിപ്പോണേ നല്ലതെന്ന് തോന്നുന്നു.
ഓക്കെ നമുക്കപ്പോൾ ഇവിടുന്ന് പതുക്കെ താഴോട്ടൊക്കെ ചാടണേ നല്ലത്. ഇനി എനിക്ക് നിൽക്കാം, ഇനി ഞാൻ പെട്ടെന്ന് പോട്ടെ, അല്ലെങ്കിൽ ഗ്രാനി എന്നെ പൊന്നു ആ അങ്ങനെ ഇരിക്കണം. ഓക്കെ അങ്ങനെ നമ്മൾ പടം കഴിഞ്ഞു. ഡേ 1 തന്നെ എസ്കേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് ഞാനാണ് ഡേ 2 കൊണ്ടെത്തിച്ചു. ഡേ 2 ഓക്കെ ഇനിയിപ്പം നമുക്ക് വീണ്ടും ആ കുന്ത്രെണ്ണം വലിച്ചെടുക്കണം. വീണ്ടും അതേ ഇത് തന്നെ. ഇനി അതിനകത്ത് എടുക്കും വലിച്ചിളക്കാം. എങ്ങനെയോ വലിച്ചിളക്കി ഇറങ്ങി. അപ്പൊ ഇനി നമുക്ക് ഇതോടെ സൂക്ഷിച്ചും കണ്ട് തുറക്കണേ നല്ലത്. അപ്പനും അമ്മൂമ്മ ആരും ഇല്ല, അല്ലാണ്ട് ഉറപ്പാണെന്ന് തോന്നുന്നു. ആ സമയം നമുക്ക് ചെന്ന് മറ്റേ നമ്മുടെ മറ്റേ മൂടിലത്തെ ഇതൊക്കെ അതെടുക്കണ്ടേ? അല്ല നമ്മുടെ പലക, നമുക്ക് പലക കൊണ്ട് മൂടി വെക്കണ്ടേ? അപ്പൊ നമുക്ക് ഈ പലക കൊണ്ട് മൂടി വെക്കണം. അപ്പൊ നമുക്ക് നേരെ അതിന് പോവാം. പലക മൂടി വെക്കും ചടങ്ങിന്. ഓക്കെ അപ്പൊ നമ്മുടെ പലക മൂടി വെക്കും ചടങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടിയിട്ട് അത് ആരാ പോയി? അത് നമ്മുടെ അമ്മച്ചിക്കുട്ടിയാണ് ഇപ്പൊ അങ്ങോട്ട് പോയത്. ജസ്റ്റ് മിസ്സായിരുന്നു. ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം പിടിച്ച് വിഴുങ്ങിയ. അയ്യോ പറഞ്ഞ ശരിയാ, നമ്മൾ ഈ വഴി എന്നെ കയറാനുള്ള ചുമ്മയല്ല ഞാൻ ആ വഴി പോയത്. എന്റെ ഇതെന്താ നമ്മൾ മുകളിലോട്ട് പോവാത്തെ? അയ്യോ പറയുമ്പോൾ സാധനം മൂടിഞ്ഞാണല്ലോ. ഇതിന്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ ചമ്മന്തിയാണ് അതൊക്കെ നീങ്ങിയിരിക്കണേ നല്ലത്. നീങ്ങിയിരിക്കാം. ഓക്കെ എന്തൊരു താഴ്ത്തു പറഞ്ഞില്ല, അവിടെ സ്റ്റക്കായി പോയി. അമ്മച്ചി പിടിച്ചു നിർത്തിയിരിക്കണം തോന്നണ. അമ്മച്ചിയുടെ മൃദുലമായി കൈകൾ കൊണ്ടായിട്ട് പിടിച്ചെടുത്തിരിക്കണം. മൃദുലമൊന്നുമില്ല, പിടിച്ചാൽ പൊട്ടിയുടെ കൈയാണ്. അതിന്റെ സൂക്ഷിച്ചും കൊണ്ടൊക്കെ പിടിച്ചെടുത്ത അമ്മച്ചി. അങ്ങനെ നമ്മൾ മേളിലോട്ട് പോവുകയാണ്. ഓക്കെ നമ്മുടെ സെക്കൻഡ് ഫ്ലോർ എത്തി. അപ്പൊ അവിടെ കിടന്ന് ഉറങ്ങണം പോലെ. ഓക്കെ നമ്മുടെ തേർഡ് ഫ്ലോർ എത്തി. ഓക്കെ തേർഡ് ഫ്ലോറിൽ നമുക്ക് ഇറങ്ങേണ്ടതാണ്. ഓക്കെ അങ്ങനെ നമ്മുടെ തേർഡ് ഫ്ലോറിൽ ഇറങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ സാധനം താഴ്ത്തിയിടാം. അയ്യോ പറഞ്ഞ ശരിയാണ്, ഞാൻ മറ്റേ ഇനി നമുക്ക് ഇവിടെ ഒന്ന് സാധനം എടുത്ത് ഞങ്ങൾക്ക് ക്രോബർ ഇല്ലാതെ പ്ലാഗും വെച്ചോണ്ടാണ് കയറിയത്. ഈ സാധനം ഓപ്പൺ ചെയ്ത് ക്രോബറാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ബ്രിഡ്ജുകളും കായ മതിയായിരുന്നു. ബ്രിഡ്ജുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മൂമ്മേൻ്റെ അകത്ത് ബൈ വരുത്തിയിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് അറിയാൻ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റും. അതിനും കൂടെ നമ്മൾ വടിയായ നമ്മളെ ചെയ്യുന്നു. ഇത്രയും ഞാൻ നഷ്ടപ്പെട്ട് വെറുതെ പെട്ടെന്ന് താഴോട്ട് കൂടി ഓണൊന്നുമില്ല കുന്തം. ഓക്കെ നമ്മൾ എത്താറായിട്ടുണ്ട്. ഓക്കെ അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ എങ്ങനെ ഇവിടെ വരെ എത്തി. ഇനി നമുക്ക് ഇവിടെ കൂടെ പുറത്തിറങ്ങിയിട്ട് നേരെ ഈ സാധനം കൊണ്ട് അവിടെ വെച്ചെഴുതണം ഗൈസ്. ഓക്കെ ഇവിടെ ആരുമില്ല. നമുക്ക് ഇത് വെച്ചു കൊടുത്താൽ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാം ഗൈസ്. ഒന്ന് താഴോട്ട് പോകണേ. യെസ് ഗൈസ് അങ്ങനെ നമുക്ക് താഴോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ അപ്പം നമ്മൾ അപ്പൂപ്പനും അമ്മയും ബൈ പറഞ്ഞ് ഇറങ്ങി. ഇവിടെ നമ്മുടെ അപ്പൂപ്പനും അമ്മച്ചിയും മിഴുങ്ങസി അടിച്ചിരിക്കുകയാണ്. മോനെ ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞോണ്ട് അപ്പൂപ്പൻ്റെ ഈ തോക്കും അമ്മച്ചിയിലെ പാറ്റു. ഇത് ആരാ വന്ന അവരെ മോളും കൂടിയുള്ള സ്ലെൻഡ്രീന. ഓക്കെ ഗൈസ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ഗൈസ്.